പി നായർ, ഇവിടെ നമ്മൾ സ്വീകരിച്ച നിലപാട് എന്താണ്? ശബരിമലയിൽ നാട് കാണാത്തൊരു കൊള്ളയുണ്ടായി. ആ കൊള്ളയിൽ നാട് ഞെട്ടി നിൽക്കുകയാണ്. വിശ്വാസികൾ പ്രത്യേകിച്ച് വലിയ തോതിൽ വേദനിച്ച് നിൽക്കുകയാണ്. അതിൽ ആർക്കൊക്കെ പങ്കുണ്ടോ അവരൊക്കെ അകത്ത് കിടക്കട്ടെ എന്ന നിലപാടല്ലേ നമ്മളൊക്കെ പൊതുവെ സ്വീകരിക്കേണ്ടത്? തന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് മന്ത്രി അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള എന്താണ് കണ്ണിൽ പൊടിയിടലാണോ എന്ന പൊളിറ്റിക്കൽ നിലപാട് സ്വീകരിക്കാവോ? രാജു പി നായർ, നിങ്ങൾക്കതിൽ നിലപാടെന്താണ്? ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ല. തന്ത്രിയല്ല മന്ത്രി ആരാണെങ്കിലും ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുള്ളവർ അകത്ത് കിടക്കണം, ഒരു സംശയവും വേണ്ട. ഒരു ഇൻഡാസും പിടിച്ചുകൊണ്ട് വന്നല്ലോ, ഇൻഡാസ് പോലും ഉണ്ടായില്ല. വെറുതെ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കി SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു പറഞ്ഞല്ലോ. എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? ചോദ്യം ചെയ്യ്, തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾ ചോദ്യം ചെയ്യ്, ഇതുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യ്. ഈ വിഷയം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇതിനകത്ത് തെറ്റുകാരായിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ഇതിനകത്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് തന്ത്രിയാണെങ്കിലും ശരി, മന്ത്രിയാണെങ്കിലും ശരി. തന്ത്രിക്ക് അങ്ങനെയൊന്നും ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. ഈ 2019 കൊണ്ടുപോയ പാളികളെല്ലാം അദ്ദേഹം പാളി കൊണ്ടുപോകാനായിട്ട് തന്ത്രിയുടെ അനുവാദം വേണ്ട എന്ന് പറഞ്ഞാൽ അതിന് സാങ്കേതികമായിട്ട് നമുക്ക് നോക്കേണ്ടി വരും. പക്ഷെ അത് തിരിച്ചു വന്നപ്പോൾ തന്ത്രി അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ടല്ലോ ആ മഹസറിൽ. അപ്പൊ തന്ത്രി എങ്ങനെ ഒപ്പിട്ടു മഹസറിൽ? അപ്പോൾ തന്ത്രിക്കേയും ഇതിനകത്ത് പങ്കാളിത്തം. അത് മാത്രമല്ല, മറ്റാരെക്കാളും ഇതെല്ലാം സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാവുന്ന തന്ത്രിക്കല്ലേ? സ്വർണം പൂശിയതല്ലല്ലോ, സ്വർണം പൊതിഞ്ഞതാണ് എന്നറിയാവുന്നത് തന്ത്രിക്കല്ലേ? ആ ദ്വാരപാലക ശില്പം ഉൾപ്പെടെ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടെന്ന് വെച്ചാൽ തന്ത്രിക്ക് അത് അറിയേണ്ടി വരില്ലേ? കേരളത്തിലെ ഹൈക്കോടതിക്ക് മനസ്സിലായല്ലോ അത് ഡ്യൂപ്ലിക്കേറ്റ് അവിടെ കൊണ്ടുവച്ചെന്ന്. അപ്പോൾ ദിവസവും അവിടെ പൂജ ചെയ്യുന്ന, കാരണം ശബരിമലയിൽ തന്ത്രി എല്ലാ ദിവസവും ഉണ്ടാവണം. അത്രമാത്രം വലിയ പരിചയമുള്ള ഈ മുഴുവൻ കാര്യങ്ങളും പതിറ്റാണ്ടുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതിലൊരു മാറ്റം വന്നാൽ തിരിച്ചറിയാനുള്ള കഴിവില്ലേ? അപ്പം അവിടെ നടന്നത് അത്തരത്തിൽ ഒളിച്ചു വെച്ചൊന്നും നടക്കാൻ പറ്റുന്ന കൊള്ളയല്ല ഹാഷ്മി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹരിവരാസനം ചൊല്ലി ശബരിമല അയ്യപ്പൻ കിടന്നുറങ്ങിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടാമ്പാരിയായിട്ട് പോയിട്ട് ഇളക്കിയതല്ല. അത് വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയോടുകൂടി അത് അന്താരാഷ്ട്ര വിഗ്രഹമോഷണ സംഘങ്ങളുമായിട്ട് ഗൂഢാലോചന നടത്തി അതിൻ്റെ ലോജിസ്റ്റിക്സ് വർക്കൗട്ട് ചെയ്ത് അത് രാജ്യത്ത് നിന്ന് കടത്താനുള്ള മുഴുവൻ സംവിധാനങ്ങളും തയ്യാറാക്കിയതിനു ശേഷം ഉണ്ടാക്കിയതാണ് 2019 ഉത്തരവ്. ആ 2019 ഉത്തരവ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനകത്ത് കയറ്റിയതും ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ ഉത്തരവിലേക്ക് വന്നതുമെല്ലാം CPM നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ്. അതിൽ തന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ തന്ത്രി നിയമത്തെ നേരിടണം, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. എന്തിനാ ഇത്രമാത്രം ബഹളം വെക്കേണ്ട കാര്യം? തന്ത്രി നിരപരാധിത്വം ഉണ്ടെങ്കിൽ നിരപരാധിത്വം തെളിഞ്ഞു വരട്ടെ. ഇത്രയും വലിയ കൊള്ളയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിന്റെ തന്ത്രിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ക്ലീൻ ചിട്ട് കൊടുക്കാൻ പറ്റുമോ? നമുക്കാർക്കെങ്കിലും ഒരിക്കലും ഇല്ല. അന്വേഷിച്ചു വരട്ടെ. എന്തിനാ BJPയുടെ നേതാക്കന്മാർ അത്തരത്തിൽ ഒരു ശബരിമല അയ്യപ്പന്റെ കൊള്ളക്കേസിൽ എന്തിനാ ആ പ്രതിയുടെ വീട്ടിൽ പോകുന്നത്? അറസ്റ്റ് ചെയ്ത് കിടക്കുന്നവരുടെ വീട്ടിൽ പോകുന്നത് എന്തിനാ? എന്താ BJPയുടെ ലക്ഷ്യത്തിനകത്ത്? ഈ ക്ഷേത്രക്കൊള്ള തുടങ്ങിയപ്പോൾ മുതൽ ആ ക്ഷേത്രക്കൊള്ളയെ സംബന്ധിച്ചുള്ള തണുത്ത പ്രതികരണം BJPക്കെതിരെ കൂടി വിരൽ ചൂണ്ടുന്നതായിരുന്നു. BJP പലപ്പോഴും ഈ കേസ് വരുമ്പോൾ ഇത് അങ്ങ് തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞല്ലോ അതൊന്നും അല്ല വിഷയം എന്ന് പറഞ്ഞത്. അപ്പം ഇവരുടെ തണുത്ത പ്രതികരണത്തിൽ മുഴുവൻ ഇത്തരത്തിലുള്ള കുറെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്തും ആവട്ടെ, ഒരാളെ ആ കേസിൽ പ്രതി ചേർത്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാ BJPയുടെ നേതാക്കന്മാർ വരിയായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നത്? എന്തിനാ ശ്രീലേഖ മുതൽ രാജീവ് ചന്ദ്രശേഖർ മുതൽ എല്ലാവരും ഇതിനകത്ത് ഗൂഢാലോചന സംശയിക്കുന്നത്? അന്വേഷിക്കട്ടെ. പുറത്തു നിൽക്കുന്നവരല്ലോ. എന്നെയും അല്ലെങ്കിൽ ഹാഷ്മിയെയും പ്രതിയാക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, എനിക്ക് ശബരിമലയായിട്ട് എന്ത് ബന്ധം എന്നുള്ളത്. ശബരിമലയ്ക്കകത്ത് ദിവസവും ഉള്ള ആൾക്കാർ ഇതെല്ലാം നടത്തുമ്പോഴെല്ലാം ഞാൻ ചോദിക്കട്ടെ, ഇവർ വന്നിട്ട് ഇതിന്റെ അളവെടുത്തു എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ശബരിമല സന്നിധാനത്ത് വന്ന് ശ്രീകോവിൽ വന്ന് ഈ കട്ടിളപ്പാളി ഇളക്കി പുറത്തു കൊണ്ടുപോയി അവിടെ വെച്ച് അളവെടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. ശബരിമല തന്ത്രി അറിഞ്ഞില്ലേ? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അറിഞ്ഞില്ലേ? ദേവസ്വം ബോർഡിന്റെ അംഗങ്ങൾ അറിഞ്ഞില്ലേ? അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അറിഞ്ഞില്ലേ? കമ്മീഷണർ അറിഞ്ഞില്ലേ? അപ്പൊ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ എന്ന് നമുക്ക് ന്യായമായും സംശയിക്കും. തന്ത്രിയെ നമ്മൾ കുറ്റപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ SIT അത്തരത്തിൽ കണ്ടുകൊണ്ട് നടപടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്ത്രിയും സംശയത്തിന്റെ മുന്നിൽ തന്നെയാണ്. ഞങ്ങൾക്കൊരാളോടും പ്രതിപത്തിയുടെ ആവശ്യമില്ല. അത് വളരെ കൃത്യമായിട്ട് അവിടെ അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചവരാരാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വിവരം കിട്ടിയപ്പോ ആ വിവരം പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതിനാണ് ശരിയായ നിലപാട് എന്ന് പറഞ്ഞാൽ അതിൽ ആ കൊള്ള നടത്തിയ എത്ര ഉന്നതനാണെങ്കിലും എത്ര ഔന്നിത്യമുള്ളവരാണെങ്കിലും ഔന്നിത്യം ഉണ്ടെന്ന് നമ്മൾ കരുതുന്നവരാണെങ്കിലും അകത്ത് കിടക്കണം എന്ന് തന്നെയാണ് വിശ്വാസികളുടെ നിലപാട്. രാഹുൽ പറയുന്ന പോലെയല്ല. അന്വേഷിച്ച് തെളിയിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ അതുകൂടി ചെയ്തു. ഓക്കെ, ഞാൻ സുരേഷ് കുമാർ ഇവിടെ
ശരി, ഇവിടെ അന്വേഷണ വഴിക്ക് പോകുന്നുണ്ട്. ഇത് കോടതിയുടെ നിർദ്ദേശത്തിലാണ്. ഏറ്റവും ഒടുവിൽ കോടതിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു അറസ്റ്റിലേക്കും SIT പോയിട്ടില്ല. അതുറപ്പ്. ഇതൊക്കെ കോടതിക്ക് വളരെ കൃത്യമായി അറിയാം. ഏറ്റവും ഒടുവിൽ അടച്ചിട്ട മുറിയിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. ഉറപ്പായും ഏറ്റവും ഒടുവിൽ അടച്ചിട്ട മുറിയിൽ നടന്ന വാദത്തിൽ SIT ചില കാര്യങ്ങൾ കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. കോടതിയുടെ അനുവാദമടക്കം വാങ്ങിക്കൊണ്ട് SIT മുന്നോട്ടേക്ക് പോകും. കോടതി വരുമ്പോഴേക്കും പോറ്റിയുടെ കൃത്യമായ അതിലെ പങ്ക് എന്താണെന്ന് SIT വ്യക്തമാക്കുകയും ചെയ്യും. ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, അതിലപ്പുറം ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ധാരണ. അല്ലെങ്കിൽ അത്ര ഒരു വലിയ അറസ്റ്റ് SIT നടത്തില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.